السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. أما بعد. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാമും ഖദർ അലൈഹി സ്വലാം തമ്മിലുള്ള ചരിത്രമായിരുന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാം ഖദർ അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഞാൻ ഇനി മുതൽ നിങ്ങളെ ഞാൻ ഒരു തെറ്റും ഞാൻ പറയില്ല, ഞാൻ ചെയ്യില്ല, നിങ്ങൾക്ക് എതിര് ചെയ്യില്ല, ഞാൻ കൂടെ കൂടിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂസാ നബി പോയ ചരിത്രം നമ്മൾ പറഞ്ഞു. കുരുവി പറഞ്ഞ കഥ നമ്മൾ പറഞ്ഞു. അങ്ങനെ അവർ കപ്പലിൽ നിന്ന് അവരിറങ്ങി അവരങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറെ നടന്ന് മുന്നോട്ട് പോയപ്പോൾ അവിടെ കുറെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക. മൂസാ നബി അലൈഹി സ്വലാമും ഖദർ അലൈഹി സ്വലാമും നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുറെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖദർ അലൈഹി സ്വലാം ആ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ പിഞ്ചു പൈതലിനെ ആ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കശുമാവിന്റെ ആ അണ്ടി അതൊന്നും എടുക്കുന്ന ഉരിഞ്ഞെടുക്കുമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ കശുമാവ് ഉണ്ടെന്ന് പറയൂലേ, കശുമാവ്. അങ്ങനെ ഖദർ അലൈഹി സ്വലാം ആ പിഞ്ചു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നു. കഴുത്ത് വേർപ്പെടുത്തി എന്നാണ്, കഴുത്ത് ഞെരിച്ച് കൊന്നു. ഓ, മൂസാ നബി അലൈഹി സ്വലാം ഞെട്ടിപ്പോയി. ഇതെന്തു പണിയാ കാണിക്കുന്ന? ഒരു പിഞ്ചു പൈതലിനെ കൊല്ലേ? എന്തൊരു അക്രമമാണിത്! ഭയങ്കര ഒരു കുറ്റല്ലേ? ഒരു പിഞ്ചു പൈതലിനെ കൊല്ലാൻ പാടില്ലല്ലോ. ഖദർ അലൈഹി സ്വലാം എന്തൊരു അക്രമമാണ് ചെയ്തത്? മൂസാ നബി ചോദിച്ചു പോയത്, ചോദിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം പൈതലിനെ കൊല്ലാന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാനാ? ഉടനെ ഖദർ അലൈഹി സ്വലാം പറഞ്ഞു, അലം അഖുല്ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ. ഓ മൂസാ നബിയെ, അലം അഖുല്ലക, മൂസാ നബിയെ എന്നല്ല വിളിച്ചത്, അലം അഖുല്ലക. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ അലം അഖുൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, അലം അഖുൽ ലൻ തസ്തതിഅ മഅയ സബ്റാ, താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നാണ് കപ്പലിന്റെ പലക പൊളിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ അലൈഹി സ്വലാമിനോട് ചോദിച്ച സമയത്ത് അപ്പോൾ പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? പക്ഷെ ഇപ്പോൾ പറഞ്ഞ വാക്ക് കുറച്ച് ഗൗരവമായിരുന്നു. അലം അഖുല്ലക, എന്നോടല്ലേ പറഞ്ഞത്, താങ്കളോടല്ലേ പറഞ്ഞത് താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ലാന്ന്? കുറച്ച് ഗൗരവത്തിലാ സംസാരിച്ചത്. അലം അഖുല്ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ, നിശ്ചയമായും താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് താങ്കളോടല്ലേ ഞാൻ പറഞ്ഞത്? മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ വിഷമിച്ചു പോയി. ഖാല ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹാ ഫലാ തുസാഹിബിനി ഖദ് ബലഗത മിൻ ലദുന്നി ഉദ്റാ. അൽ കഹ്ഫ് സൂറത്താണ്. മൂസാ നബി പറഞ്ഞു, അലൈഹിസ്സലാം പറഞ്ഞു, ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ, ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹാ, ഇതിനു ശേഷം ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫലാ തുസാഹിബിനി, എന്നെ കൂടെ കൂട്ടണ്ട. ഖദ് ബലഗത മിൻ ലദുന്നി ഉദ്റാ, ഇനി എന്തായാലും ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി എന്തെങ്കിലും ഞാൻ ചോദിച്ചു പോയാൽ എന്നെ ഒഴിവാക്കിയേക്ക്. ഇത്തവണ കൂടി എനിക്ക് എന്നോട് ക്ഷമിക്കണേ എന്നാണ് മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാം പറഞ്ഞത്. ഖദർ അലൈഹി സ്വലാം പറഞ്ഞു, ആയിക്കോട്ടെ പോരെ. അങ്ങനെ അവർ മുന്നോട്ട് പോയി കുറെ അങ്ങനെ നടന്നു. വളരെ ക്ഷീണിച്ചു, ദാഹിച്ചു, പരവശനായിട്ടുണ്ട്. വിശപ്പും ദാഹവും കലശലായിട്ടുണ്ട്, വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പോയ സമയത്ത് ഒരു വീട്ടുകാരെ കണ്ടു. ആ വീട്ടുകാരുടെ അടുത്തെത്തിയപ്പോ അവിടെ ഒന്ന് കയറി ചോദിച്ചു നോക്കാം, വല്ലതും ഭക്ഷണം കഴിക്കാനോ വല്ല വെള്ളം കുടിക്കാനോ അവരെ സഹായിച്ചേക്കാമോ ചോദിച്ചിട്ട് ഒന്ന് ചോദിക്കാന്ന് കരുതി അവിടെ ചെന്നു. ആ വീട്ടുകാരോട് ചോദിച്ചു, വല്ലതും, ഞങ്ങളിങ്ങനെ യാത്രക്കാരാണ്, വളരെ ക്ഷീണിച്ച് വളരെ കഷ്ടപ്പെട്ട് വരികയാണ്, വല്ലതും കുടിക്കാൻ വെള്ളമോ ഭക്ഷണം എന്തെങ്കിലും. അപ്പോ ആ സമയത്ത് അവര് പറയാ, കണ്ണീ കണ്ട ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള സ്ഥലം അപ്പൊ ഇത്, കണ്ണി കണ്ട വലിഞ്ഞു കയറിയ ആൾക്കാർക്ക് വെള്ളവും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇരിക്കുക ഞങ്ങളിപ്പോ.
ഇറങ്ങിപ്പോടാ അവിടുന്ന്. ആട്ടി ഓടിച്ചു. ആരെ? ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഖദർ അലൈഹി സ്വലാമിനെയും ഈ വീട്ടുകാർ അട്ടി ഓടിക്കുകയാ. ഇവിടെ വലിഞ്ഞു കയറി വന്നേക്കണ്. നിങ്ങൾക്ക് തരാനുള്ളത് അവിടെ ചോറും വെള്ളമൊക്കെ തരാണ്ടിരിക്കപ്പോ. അല്ലാ, ആട്ടും തുപ്പും കേട്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ അലൈഹി സ്വലാം ഒന്നും മിണ്ടാതെ മൗനമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ അവരുടെ വീടിന്റെ മതിലിങ്ങനെ പൊളിഞ്ഞു കിടക്കുക. അപ്പോൾ ഖദർ അലൈഹി സ്വലാം പറഞ്ഞു, നമുക്ക് ഈ മതിലൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. അല്ലാ, ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ വീടിന്റെ മതില് പൊളിഞ്ഞു കിടക്കുക. ഇപ്പൊ പൊളിഞ്ഞ ഏകദേശം അത് അടി മൊത്തം പൊളിഞ്ഞു പോണ അവസ്ഥയിലാണ്. ഖദർ അലൈഹി സ്വലാം അവിടെ ഇരുന്നിട്ട് ആ കല്ലൊക്കെ എടുത്ത് പറക്കി കൂട്ടി അങ്ങനെ മതിലിങ്ങനെ പണിയാൻ തുടങ്ങി. പടച്ചോനെ, മൂസാ നബിക്ക് വന്നൊരു ദേഷ്യം. ആട്ടും തുപ്പും ചെയ്ത് നമ്മളെ ഇറക്കി വിട്ട ടീമിന്റെ മതിലെ കെട്ടിക്കൊടുക്കണേ. ഓ, കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ മൂസാ നബി സ്വലാം മിണ്ടാണ്ട് സഹിച്ച് നിൽക്കുക. ഖദർ അലൈഹി സ്വലാം അങ്ങനെ മതില് കെട്ടി 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 മേപ്പോട്ടാക്കി ഒരുവിധം കെട്ടി ഒപ്പിച്ചപ്പോ മൂസാ നബി ചോദിച്ചു പോയി, ഇത് വെറുതെ കെട്ടുക? ഒരു കൂലെങ്കിലും വാങ്ങിച്ചുകൂടെ? വെറുതെ ഒരാൾ മതിൽ കെട്ടിക്കൊടുക്കോ? ഈ ജാതി സ്വഭാവമുള്ള ആളുകൾക്ക്, ഈ ജാതി മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്ത് കൊടുക്കാൻ പാടണ്ട. ഒരു കൂലെങ്കിലും വാങ്ങിച്ചൂടെ എന്ന് ആര് ചോദിച്ചു പോയി? ഹുസാൻ ഗതി കെട്ട് ചോദിച്ചു പോയതാ, സഹി കെട്ട് ചോദിച്ചു പോയതാ. മൂസാ നബി ചോദിച്ചു പോയി. ഉടനെ ഖദർ ഇസ്ലാം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക് സൗനബ്ബിയുക ബിതവീലി മാ ലം തസ്തതി അലൈഹി സബ്റാ. മൂസാ നബിയേ, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, ഇനി നിങ്ങൾക്ക് പോകാം. നമ്മൾ തമ്മിൽ യോജിക്കൂല. ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത രഹസ്യമായ ഇൽമ് നിങ്ങൾ ചിന്തിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇൽമു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന വഹി അറിയിക്കുകയാ. അതാണ് മൂസാ നബിയുടെ ഇൽമ്. എന്നാലോ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇൽഹാം മുഖേന കൊടുക്കുകയാ. ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ല. ജിബ്രീൽ അലൈഹി സ്വലാം വന്ന മൂസാ നബിക്ക് കാണാലോ. ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നില്ല അവിടെ. അല്ലാഹു തആല നേരിട്ടവിടെ ആതൈനാഹു, അദ്ദേഹത്തിന് നാം ഇൽമു കൊടുക്കുന്നു. മില്ലദുന്ന, കണ്ടോ, മില്ലദുന്ന, നമ്മളുടെ പക്കൽ നിന്നുള്ള ഇൽമ്. മില്ലദുന്ന ഇൽമ, ഇതാണ് പ്രത്യേകത. നമ്മളുടെ പക്കൽ നിന്ന് നാം അവർക്ക് അറിവ് കൊടുക്കുന്നുണ്ട്. കണ്ടോ വ്യത്യാസം? അങ്ങനെ ഖദർ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, എന്തിനാണ് ഞാൻ കപ്പലിനെ ഓട്ടയാക്കിയത്? ആ കപ്പലിനെ കപ്പൽ കൊള്ളക്കാര് തട്ടാൻ നിൽക്കുക. കപ്പൽ കൊള്ളക്കാർ തട്ടാൻ നിൽക്കുന്നിടത്ത് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്കൊരു സഹായം ചെയ്തു കൊടുത്തതാണ് ആ ഓട്ടയാക്കിയത്. അത് കാരണം അവർ കപ്പൽ കൊള്ളക്കാരും രക്ഷപ്പെടാൻ കഴിഞ്ഞവർക്ക്. ഇത് മൂസാ നബിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഖദർ അലൈഹി സ്വലാമിന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു, കപ്പൽ കൊള്ളക്കാരുണ്ട്, ഈ കപ്പൽ തട്ടാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള മാർഗം എന്താ? കപ്പലിനെ ഓട്ടയാക്കിയപ്പോഴാണ് രക്ഷപ്പെടാൻ പറ്റിയത്. ഇത് ഖദർ അലൈഹി സ്വലാമിന് അല്ലാഹു തആല മനസ്സിലാക്കി കൊടുത്തു. മൂസാ നബിക്ക് മനസ്സിലായതുമില്ല. ഇതാണ് പ്രശ്നം. അപ്പൊ ശരിയല്ലേ, ഖദർ അലൈഹി സ്വലാം ചെയ്തത് ശരിയാണ്, കപ്പലിനെ ഓട്ടയാക്കിയത് ശരിയല്ലേ, അത് ഉപകാരമാണ്, സഹായമാണ്, ശരിയാണ്. പക്ഷേ അറിവ് കിട്ടിയാലേ അത് ശരിയാവുള്ളൂ. മൂസാ നബിയുടെ അഭിപ്രായത്തിൽ തെറ്റാണ്. കാരണം ഒരാൾ നമ്മളെ ഉപകാരം ചെയ്തു, അയാളുടെ കപ്പൽ ഓട്ടയാക്കാൻ പാടുണ്ടോ? അത് നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. കണ്ടോ, ഇപ്രകാരമാണ് അംബിയായിന്റെയും ഔലിയായിന്റെയും ഇൽമിന്റെ തലങ്ങൾ ഇപ്രകാരമായിരിക്കും. നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്, എന്റെ വക ഞാൻ പറയുന്നതല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറിവനുസരിച്ച് തെറ്റാണ്. നമ്മെ സഹായിച്ച ഒരാൾ കപ്പലിൽ കയറ്റുന്നു, ഇനി സഹായിച്ചിട്ടല്ലെങ്കിലും തന്നെയും കപ്പലിൽ കയറ്റുന്നു, നമ്മൾ ആ കപ്പൽ എന്ത് ചെയ്യാൻ പാടില്ല? ഓട്ടയാക്കാൻ പാടില്ല. ഖദർ അലൈഹി സ്വലാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഓട്ടയാക്കൽ ശരിയാണ്. എന്തുകൊണ്ട്? ഈ കപ്പല് തട്ടാൻ വേണ്ടി കപ്പൽ കൊള്ളക്കാർ നിൽക്കുകയാ. ആ കപ്പൽ കൊള്ളക്കാരിൽ നിന്ന് ഈ കപ്പലിനെയും ഈ കപ്പലിന്റെ ആൾക്കാരെയും രക്ഷിക്കാൻ ഇതേ മാർഗമുള്ളൂ. അപ്പൊ ഇത് ചെയ്തു, അവർ രക്ഷപ്പെടുകയും ചെയ്തു. രണ്ടും ശരിയാണ്. മൂസാ നബിയുടെ കാഴ്ചപ്പാടും ശരിയാണ്, ഖദർ അലൈഹി സ്വലാമിന്റെ കാഴ്ചപ്പാടും ശരിയാണ്. പക്ഷേ രണ്ടും പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമായിട്ടാണ് തോന്നുക.
മൂസാ നബിക്ക് അതറിയില്ല, അതുകൊണ്ടാണ് മൂസാ നബി അങ്ങനെ പറഞ്ഞത്. ഖദർ ഇസ്ലാമിന് അത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞു വെച്ചത്, നിങ്ങൾക്കൊരു അറിവുണ്ട്, ആ അറിവ് എൻ്റെ അടുത്തില്ല, എൻ്റെ അറിവോ നിങ്ങൾക്കും ഇല്ല. തൊട്ടപ്പുറത്ത് എന്താ സംഭവിച്ചത്? മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. നടന്നു പോകുമ്പോൾ കളിക്കുന്ന കുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കുട്ടികളെ കണ്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കുട്ടിയെ പിടിച്ചാണ്ട് കൊന്നു, ഒരു പിഞ്ചു കുട്ടിയെ പിടിച്ചാണ്ട് കൊന്നു. എന്താ കാരണം? മൂസാ നബിയുടെ അറിവനുസരിച്ച് അങ്ങനെ കൊല്ലാൻ പാടുണ്ടോ? ശരീഅത്തിന്റെ അറിവനുസരിച്ച് അമ്പിയാക്കന്മാർ നമ്മെ പഠിപ്പിച്ച അറിവനുസരിച്ച് അങ്ങനെ കൊല്ലാൻ പാടുണ്ടോ? ഇല്ല, കൊല്ലാൻ പാടില്ല. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അത് തെറ്റാണ്, കൊല്ലൽ തെറ്റാ. ഒരു ചെറിയ കുഞ്ഞിനെ, പിഞ്ചു കുഞ്ഞിനെ അങ്ങനെ കൊല്ലാൻ പാടില്ല, ഒരു നിലക്കും കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മൂസാ നബി ചോദിച്ചത്, എന്ത് പണിയാണ് കാണിച്ചത്? ഒരു പിഞ്ചു കുഞ്ഞിനെ അങ്ങനെ കൊല്ലാൻ പാടുണ്ടോ? ഇതെന്താണിത്? ഇതെന്തൊരു അക്രമാണിത്? കൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ചോദിച്ചു പോയത്. ഖദർ അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? ഖദർ അലൈഹി ഇസ്ലാം അങ്ങനെ തെറ്റ് ചെയ്യോ? അള്ളാഹുവിൽ നിന്ന് അറിവ് കൊടുത്ത ആളല്ലേ, അള്ളാഹുവിൽ നിന്ന് അറിവ് കൊടുത്ത ആളല്ലേ, തെറ്റ് ചെയ്യോ? തെറ്റ് ചെയ്യൂലല്ലോ. എന്താണ് ഖദർ അലൈഹി ഇസ്ലാം പറഞ്ഞത്? ആ കൊച്ച് ഇനി അവൻ വലുതായാൽ അവൻ കൊടിയ സത്യനിഷേധിയാവാനാ പോകുന്നത്. അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു ഖദർ ഇസ്ലാമിന്, അവൻ കൊടിയ സത്യനിഷേധിയാവാനാ പോകുന്നത്, ഭയങ്കര അക്രമിയാവും. എന്ന് മാത്രമല്ല, അവന്റെ ഉമ്മയും ഉപ്പയും അവന്റെ മാതാപിതാക്കൾ, ഇതെല്ലാം ഖുർആൻ പറയുന്നതാട്ടോ. ഞാൻ അതിനെ മലയാളത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം അള്ളാഹു വിശദീകരിക്കുക, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല വിശദീകരിച്ചുകൊണ്ടിരിക്കുക. അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ ഫഅറദ്നാ അൻ യുബദ്ദിലഹുമാ. കണ്ടോ, ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് മലയാളത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ഈ കുട്ടി ഇനി വളർന്നു വലുതായി കഴിഞ്ഞാൽ തൻ്റെ മാതാപിതാക്കളെ വരെ അവൻ കുഫറിലേക്ക് എത്തിക്കും, സത്യനിഷേധത്തിലേക്ക് എത്തിക്കും. തൻ്റെ മാതാപിതാക്കളെ വരെ അവൻ വഴിതെറ്റിക്കും. അങ്ങനത്തെ ഒരു കൊടിയ തെമ്മാടിയായിട്ടാണ്, ഒരു കൊടിയ സത്യനിഷേധിയായിട്ടാണ് ഇവൻ വളർന്നു വലുതായി ആവാൻ പോകുന്നത്. ഇതൊക്കെ അറിയിച്ചു കൊടുത്തു, അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു ഖദർ അലൈഹി ഇസ്ലാമിന്. ഇവൻ വളർന്നു വലുതായി നാടിന് ശാപമായി, നാട്ടുകാർക്ക് ശാപമായി, മാതാപിതാക്കളെ പോലും വഴിതെറ്റിക്കുന്ന കൊടിയ ഒരു സത്യനിഷേധിയായി, തെമ്മാടിയായിട്ടാണ് ഇവൻ വളർന്നു വലുതായി വരിക എന്ന അറിയിപ്പ് കിട്ടിയപ്പോൾ അങ്ങനെ തന്നെ വച്ചേക്കണ്ടല്ലോ എന്ന് കരുതി മൂസ ഖദർ ഇസ്ലാമാർ കൊന്നു കളഞ്ഞു. അപ്പോ ആ മാതാപിതാക്കളെ രക്ഷിച്ചു എന്നർത്ഥം. ആ മാതാപിതാക്കളെ വഴികേടിന് രക്ഷിക്കുകയാണ്, നാട്ടുകാരെ രക്ഷിക്കുകയാണ്. ഒരു വലിയ തെമ്മാടിത്തരത്തിൽ നിന്ന്, ഒരു കുഴപ്പത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തത്. ഖിദറാകയാൽ ശരി തന്നെ. ഖദർ ഇസ്ലാമിന് അള്ളാഹുവിന്റെ ഓർഡറാ. അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് ഖദർ ഇസ്ലാമിന്. അള്ളാഹുവിന്റെ ദാത്തിൽ ഫനായ, അള്ളാഹുവിൽ ഫനായിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഖദർ ഇസ്ലാം. അതുകൊണ്ടാണ് അറത്തു അൻ അഈബഹ. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരു സ്ഥലത്തിൽ നമുക്ക് വിശദീകരിക്കാം അതിനെക്കുറിച്ച്. മറ്റൊരു അടുത്ത കാര്യം എന്തായിരുന്നു? ഭക്ഷണം ചോദിച്ചിട്ട്, വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാതെ ആട്ടി ഓടിച്ചവരുടെ മതിൽ കെട്ടിക്കൊടുത്ത കാര്യം, അതും വിശദീകരിച്ചു കൊടുത്തു. ആ മതിലിന്റെ അടിയിൽ വലിയൊരു നിധിയായിരുന്നു. അത് അവർക്ക് കിട്ടാൻ പാടില്ല. അവരുടെ പിൻഗാമികളായി വരുന്നവർക്ക്, അവരുടെ മക്കളുടെ പിൻഗാമികളായി വരുന്നവർക്ക് അവർ നല്ല ആളുകൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പോഴുള്ള ആ തന്തയും തള്ളയും ഇപ്പോഴുള്ള വീട്ടുകാർ വളരെ മോശപ്പെട്ടവരാണ്. അവർക്കത് കിട്ടരുത്. അവരുടെ പിൻഗാമികളായിട്ട് വരുന്നവർക്ക് ആ നിധി കിട്ടണം. അപ്പോൾ ആ മതിൽ പൊളിഞ്ഞു പോയാൽ മതിലിന്റെ അടിയിലാണ് എന്തിരിക്കുന്നത്? ഈ നിധി ഇരിക്കുന്നത്. അപ്പോൾ മതിൽ ഇപ്പൊ പൊളിഞ്ഞാൽ ശരിയാവില്ല, ഇപ്പൊ അത് കെട്ടി സെറ്റായിട്ട് വെക്കണം. എന്നിട്ട് ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞിട്ട് ഇവരുടെ പിൻഗാമികളുടെ കാലം വരുമ്പോഴാണ് ആ നിധി എന്ത് ചെയ്യാൻ പാടുള്ളൂ? വെളിപ്പെടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇവർക്കത് കിട്ടരുത്. ഇവർക്ക് കിട്ടാതെ പിൻഗാമികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? അപ്പൊ അതാണ് അവിടെ ചെയ്യേണ്ടത്. നീതി അതാണ്. ഈ തെമ്മാടികൾക്ക് ഇത് കിട്ടാൻ പാടില്ല, അതുകൊണ്ടാണ് കെട്ടിക്കൊടുത്തത്. അല്ലാതെ മറ്റു മൂസാ നബിയുടെ കണ്ടിൽ എന്താണത്? അവരുടെ മതിൽ നമ്മൾ കെട്ടിക്കൊടുത്തു, ഒരുപാട് നമ്മൾ സഹായിച്ചില്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഖദർ ഇസ്ലാമിന് ശരിയാണ്. ഇങ്ങനെ നുബുവത്തും വിലായത്തും അള്ളാഹു തആല വ്യക്തമായി വരച്ചു കാണിക്കുകയാ. നുബുവത്ത് എന്ന് പറയുന്നത്, അതിന്റെ അറിവ് പോകുന്നത് പ്രത്യക്ഷത്തിന്റെ അറിവനുസരിച്ചാണ് നുബുവത്ത് സഞ്ചരിക്കുന്നത്. നുബുവത്തിന്റെ അറിവുകൾ അങ്ങനെയാണ് പോകുന്നത്. വിലായത്താവട്ടെ പരോക്ഷമായത്, ഉള്ളിലൂടെ അപ്രത്യക്ഷമായത്, ആ ഒരു രീതിയിലാണ് വിലായത്തിന്റെ അറിവും പോകുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ.
ഇമാമുന ഷാഫി തങ്ങളുടെ കാലഘട്ടത്തിൽ ഷെയ്ബാനുർ റായി എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു വലിയൊരു ആട്ടിടയനും വലിയൊരു മഹാനും സൂഫിയായ മനുഷ്യനുണ്ടായിരുന്നു, വലിയൊരു മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പലപ്പോഴും അവരെ കാണാൻ പോകാറുണ്ടായിരുന്നു, ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് മസ്അലകളും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാമല്ലോ. ഔലിയാക്കന്മാർക്ക് മഹാന്മാർക്ക് അള്ളാഹുവിൽ നിന്നുള്ള അറിവാണ്. അവർ ഓതിപ്പടിച്ചിട്ടൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, അവർക്ക് അള്ളാഹുവിൽ നിന്ന് അറിവ് കിട്ടിക്കൊണ്ടിരിക്കും. അവർ ഓതിപ്പടിച്ചോളണം നിർബന്ധമില്ല. ഓതിപ്പടിക്കാത്ത എത്രയോ മഹാന്മാരുണ്ട്, ഔലിയാക്കന്മാരായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അദ്ദേഹം ഒരു കിളവനെ പിടിച്ച് തലസ്ഥാനത്തേക്ക് നിയോഗിച്ചു എന്ന് പറഞ്ഞല്ലോ, ഒരു വഫാത്തായ മഹാന്റെ സ്ഥലത്തേക്ക് നിയോഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അവരെ ഓതിപ്പടിച്ചിട്ടായതാണോ? അല്ല, ഓതിപ്പടിച്ചിട്ടല്ല. അപ്പോൾ കുലം പൊക്ക് പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വച്ചോവർ റസൂൽ നമ്മൾ ഇപ്പൊ എത്രയോ ആൾക്കാർ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ഇസ്ലാമായി വന്നിട്ടുള്ളൂ, അവരെ പിടിച്ച് അബദാലാക്കി വിട്ടില്ലേ. അബദാൽ എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥാനത്തുള്ള മഹാന്മാരല്ലേ. ഓതിപ്പടിച്ചിട്ടായതാ? അല്ല, ഓതിപ്പടിച്ചോളണമെന്നില്ല. അത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാ, അള്ളാഹു ആക്കുകയാണിത്. അപ്പോ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഷെയ്ബാനുർ റായിയെ കാണാൻ വേണ്ടി പോയ ചരിത്രം ഉണ്ടല്ലോ, കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്താണത്? ഷെയ്ബാനുർ റായിയെ കാണാൻ വേണ്ടി ചെന്നു റളിയല്ലാഹു അൻഹു, വലിയ മഹാന. ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു. അപ്പോ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ് സയ്യിദുനാ ഇമാം ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫിഈ റളിയല്ലാഹു അൻഹു ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അപ്പൊ ഹംബലി ഇമാമിന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇവർക്ക് അറിവുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും കൂടെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. ഷെയ്ബാനുർ റായി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, 40 ആടുണ്ടെങ്കിൽ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 40 ആടുണ്ടെങ്കിൽ സക്കാത്തിന്റെ കണക്ക് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത വഴിക്ക് ബഹുമാനപ്പെട്ട ഷെയ്ബാനുർ റായി തങ്ങൾ പറയാ, കാരണം മൂപ്പര് സക്കാത്തൊന്നും കൊടുക്കുന്നത് കാണുന്നില്ല, മൂപ്പർക്ക് ഇഷ്ടംപോലെ ആടാണ്, ഇഷ്ടം പോലെ ആടുണ്ട്, എന്നാൽ മൂപ്പര് സക്കാത്ത് കൊടുക്കുന്നത് കാണുന്നില്ല. അപ്പോഴാണ് ഇത് ചോദിക്കുന്നത്. 40 ആ മസല അറിയും, അത് അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ അറിയണമല്ലോ. 40 ആടുണ്ടെങ്കിൽ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ബാനുർ റായി തങ്ങൾ എടുത്ത വഴിക്ക് പറയാ, നിങ്ങൾക്കാണെങ്കിൽ ഒരാടിനെ സക്കാത്ത് കൊടുക്കണം, എനിക്കാണെങ്കിൽ കൊടുക്കേണ്ടതില്ല. അടച്ചോനെ, ഇപ്പൊ എന്താ അതെങ്ങനെ നിയമം? നിങ്ങൾക്കാണെങ്കിൽ കൊടുക്കണം, എനിക്കാണെങ്കിൽ കൊടുക്കേണ്ടതില്ല. അമ്മാലക്, നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ കൊടുക്കണം, നിസാബ് ഇങ്ങനെയാണ്, എനിക്കാണെങ്കിൽ അതിന് സക്കാത്ത് വേണ്ട. അതെന്താ അങ്ങനെ? അത് നിയമമുണ്ട്. സക്കാത്ത് ഒരാൾക്ക് നിർബന്ധമാകണമെങ്കിൽ അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം മിൽക്ക് ഉണ്ടാവൽ ഷർത്ത. ഒരു ബാങ്കിലെ ജീവനക്കാരൻ, ഒരു ബാങ്ക് ജോലിക്കാരൻ, അയാൾ രാവിലെ നേരം വെളുത്തത് മുതൽ ഡ്യൂട്ടിക്ക് കയറി മുതൽ ഡ്യൂട്ടിയിൽ നിന്ന് അവസാനിക്കുന്നത് വരെ ലക്ഷക്കണക്കിന് രൂപയാണ് അയാളുടെ കയ്യിൽ വരുന്നത്. അയാൾക്ക് സക്കാത്തുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് സക്കാത്തില്ല? അത് അയാളുടേതല്ല, അത് അയാളുടെ ജോലിക്കാരനാണ്. അയാളത് എണ്ണനും എടുത്തു വെക്കണു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് അയാളുടെ സാധനം എന്നല്ല, അതുകൊണ്ട് അയാൾക്ക് സക്കാത്തില്ല. ബാങ്കിലെ ജീവനക്കാരന് എത്രയാണ് ഒരു ദിവസം നോട്ട് വരുന്നത്, നോട്ട് കൊടുക്കുന്നത്? അയാൾക്ക് നോട്ട് വരുന്നതിൽ സന്തോഷമില്ല, നോട്ട് കൊടുക്കുന്നതിൽ ദുഃഖമില്ല. എന്തുകൊണ്ട്? ഈ നോട്ട് വരുന്നത് കൊണ്ട് അയാൾക്ക് സന്തോഷവുമില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് അയാൾക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് ആൾക്കാർ കൊണ്ടേ കൊടുക്കണ്. അയാൾ എണ്ണി കറക്റ്റായി വയ്ക്കണു. അതേപോലെ തന്നെ ലക്ഷങ്ങളാണ് അയാൾ കൊടുത്തുകൊണ്ടിരിക്കണേ, അത് എണ്ണി അയാൾ കറക്റ്റായിട്ട് കൊടുക്കണു. യാതൊരു നിലക്കും സന്തോഷമില്ല, ദുഃഖമില്ല. എന്താ കാരണം? അത് അയാളുടെ അല്ല, അതുകൊണ്ട് തന്നെ. ഇപ്രകാരം തന്നെ ഷെയ്ബാനുർ റായി റളിയല്ലാഹു അൻഹു പറയുകയാ, ഈ കാണുന്ന ആടുകൾ ഇത് എന്റേതല്ല, എനിക്ക് മിൽക്കില്ല, എനിക്ക് മിൽക്കിയത്തില്ല. എന്റേതാണെങ്കിലല്ലേ സക്കാത്ത് ഞാൻ കൊടുക്കേണ്ടതുള്ളൂ. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാ? നിങ്ങൾക്ക് കാണുന്ന ആരാണ്? നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മിൽക്കിനെയും കാണുന്നുണ്ട്, ഞാൻ എന്നെയും എൻ്റെ മിൽക്കിനെയും കാണുന്നില്ല. ഞാൻ എന്നെയും കാണുന്നില്ല, എനിക്ക് മിൽക്കുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നെയും എനിക്ക് എൻ്റെ സർവസ്വവും
അള്ളാഹുവിന് ഉടമസ്ഥ അവകാശമുള്ളതാണ് എന്നാണ് ഞാൻ കാണുന്നത്. എനിക്കും മിൽക്കില്ല, എൻ്റെ ഈ ആടിനും എനിക്കും എല്ലാം ഉടമസ്ഥാവകാശമുള്ളത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് ആടും എൻ്റെതല്ല, ഞാനും എൻ്റെതല്ല, ഒന്നും എൻ്റെതല്ല. എൻ്റെതാണെങ്കിലല്ലേ എനിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രം പോരാട്ടോ. അങ്ങനെ എൻ്റെതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു 100 രൂപ, ഒരു 500 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നമുക്ക് സങ്കടമാവും. എവിടെ പോയാവോ, നമ്മൾ ടെൻഷനോ. എന്താ കാരണം? അത് നമ്മുടെ പൈസയാണ്. നമുക്ക് ടെൻഷൻ ആവാൻ കാരണം നമ്മുടെ പൈസ. അല്ലെങ്കിൽ ഒരു ഒരു 5000 രൂപ കയ്യിൽ നിന്ന് പോക്കറ്റ് അടിച്ചു പോയി, നമുക്ക് ടെൻഷൻ ആവൂലേ? 5000 രൂപ പോയോടോ പറയൂലേ? എന്താ കാരണം? നമുക്ക് നമ്മുടെ പൈസ എന്നുള്ള ഓർമ്മ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരാളൊരു 10,000 രൂപ ഒന്ന് കയ്യിലേക്ക് തന്നു, എന്നാ 10,000 രൂപ പിടിച്ചോ. സന്തോഷാവാണ്ടിരിക്കോ? 10,000 രൂപ കിട്ടിയില്ലേ? സന്തോഷാവാണ്ടിരിക്കോ? ഇല്ല, സന്തോഷാവും. ഈ അവസ്ഥ ആരിലൊക്കെ ഉണ്ടോ അവർ സക്കാത്ത് കൊടുത്തോളണം. ആ അവസ്ഥ ഇല്ലാത്തൊരു മനുഷ്യനെ എവിടെ ഉണ്ടാവുക? 10,000 രൂപ കിട്ടിയാലും കുഴപ്പമില്ല, 10,000 രൂപ പോയാലും കുഴപ്പമില്ല. അവരാരുള്ളത്? അങ്ങനത്തെ മനുഷ്യന്മാർ എവിടെ ഉള്ളത്? അതാണ് ഷെയ്ബാനു റായി പറഞ്ഞത്. ആട് പോയാലും വന്നാലും എനിക്കൊന്നുമില്ല. ബാങ്കിലെ ജീവനക്കാരന്റെ ചരിത്രം അതാ ഞാൻ പറഞ്ഞത്. പൈസ അവരുടെ കയ്യിൽ കിട്ടണു പോണു, അവർക്ക് വല്ല കുഴപ്പമുണ്ടോ? അതുകൊണ്ടല്ലേ ഗൗസുൽ തങ്ങൾ പാപ്പ വാത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൗസുൽ തങ്ങൾ പാപ്പക്ക് വലിയ വലിയ സമ്പത്തുണ്ടായിരുന്നു, വലിയ വലിയ കപ്പലുകൾ ഉണ്ടായിരുന്നു, വാണിജ്യത്തിന് പോകുന്ന, വ്യവസായത്തിന് പോകുന്ന, വസ്ത്ര വ്യാപാരത്തിന് പോകുന്ന വലിയ വലിയ കപ്പലുകൾ. സമ്പന്നനായിരുന്നു, കോടീശ്വരനായിരുന്നു ഒരു കാലത്ത്. ആ സമയത്തല്ലേ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഒരാൾ വന്നിട്ട് പറയുന്നത്, തങ്ങൾ പാപ്പ ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട ഗുരുവിനോട് പറയാ, ബഹുമാനപ്പെട്ട ശൈഖ് അവർകളെ, അവിടുത്തെ ഒരു കപ്പൽ വലിയ ചരക്കുമായി പോയിരുന്ന, വലിയ കോടാനുകോടി അന്നത്തെ രൂപ വിലയുള്ള സാധനങ്ങളുമായി പോയിട്ടുള്ള ഒരു കപ്പൽ അതാ മുങ്ങിയിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഗൗസുൽ തങ്ങൾ പാപ്പ 1 മിനിറ്റ്, ഒറ്റ സെക്കൻഡ് ഒന്നിങ്ങനെ നോക്കി. 1 സെക്കൻഡ് നോക്കിയിട്ട് അൽഹംദുലില്ലാഹ് എന്നാണ് പറഞ്ഞു. ക്ലാസ് തുറന്നു. ക്ലാസ് തുറന്നു. ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. എൽമിൽ ഭയങ്കരമായിട്ട് ഗൗസുൽ തങ്ങൾ പാപ്പ എൽമിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തിന് ശേഷം ഒരാൾ വന്നിട്ട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം തന്നെയാണ് വന്നിട്ട് പറഞ്ഞത്, ബഹുമാനപ്പെട്ടവരെ, ഓ ശൈഖ് അവർകളെ, മുങ്ങിയത് അവിടുത്തെ കപ്പലല്ല, അവിടുത്തെ കപ്പൽ മുങ്ങിയിട്ടില്ല, അവിടുത്തെ കപ്പൽ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്, അത് രക്ഷപ്പെട്ടിട്ടുണ്ട്, അതിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് അറിയിപ്പ് കൊടുത്തപ്പോ ഗൗസുൽ തങ്ങൾ പാപ്പ അപ്പോഴും 1 സെക്കൻഡ് മൗനമായി നിന്നു. ഒന്നിങ്ങനെ സെക്കൻഡ് ഒരു മൗനമായിട്ട് നിന്നിട്ട് അൽഹംദുലില്ലാഹ്, അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന്. ക്ലാസ് തുടരുകയാണ് ഉണ്ടായത്. അപ്പോൾ രണ്ടിനും പറഞ്ഞത് അൽഹംദുലില്ലാഹ്. കപ്പൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞപ്പോ അപ്പോഴും അൽഹംദുലില്ലാഹ്, കപ്പൽ കിട്ടി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. എന്താണ് അതിന്റെ വിവക്ഷ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഗൗസുൽ തങ്ങൾ പാപ്പ പറയുകയാ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കപ്പൽ നഷ്ടപ്പെട്ടു, കോടാനുകോടി രൂപ വിലയുള്ള സാധനങ്ങളുമായി പോകുന്ന കപ്പൽ നഷ്ടപ്പെട്ടു, മുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ വാർത്ത കേട്ട വശം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു. എൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? വല്ല ദുഃഖവും, വല്ല ടെൻഷനും, വല്ല ആദിയും എൻ്റെ ഹൃദയത്തെ ബാധിച്ചുവോ? എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ ഞാൻ നോക്കിയപ്പോ എൻ്റെ ഹൃദയത്തിന് ഒരു മാറ്റമില്ല. കപ്പൽ മുങ്ങിയത് കേട്ടപ്പോഴും എൻ്റെ ഹൃദയത്തിന് ഒരു മാറ്റമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു കാറ് പോണ വഴിക്ക് അത് ഇടിച്ച് കത്തിപ്പോയി സങ്കല്പിക്കുക. നമ്മളിപ്പോ അന്നത്തെ കാലത്ത് കപ്പലല്ല, ഇപ്പൊ കാറായിക്കോട്ടെ, ഒരു ബെൻസ് കാറുണ്ടായിരുന്നു, അത് ഇതാ കത്തിപ്പോയി കേട്ടാൽ നമുക്കൊന്നും തോന്നാണ്ടിരിക്കുവോ? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഭൂമി കുലുക്കം വന്നു, അവിടെ നമ്മുടെ മറ്റേ എന്താ പറയാ, ഭൂമി കുലുക്കം വന്നിട്ട് നമ്മുടെ വീട് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞാണ് വീണു, നമുക്കൊന്നും തോന്നാണ്ടിരിക്കുവോ? നമ്മൾക്ക് അവിടെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഇപ്പൊ ആർക്കാ തോന്നാണ്ടിരിക്കണ? മനുഷ്യന്മാരെവിടെ ഉള്ളത്? ദിവസം നിങ്ങൾ പറയാ, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കി, ഒരു മാറ്റമില്ല. കോടാനുകോടികളുടെ സ്വത്താ മുങ്ങിയേക്കുന്നത് കേട്ടപ്പോഴും ഹൃദയത്തിനൊരു മാറ്റമില്ല. അപ്പൊ ഞാൻ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. എൻ്റെ ഹൃദയത്തെ അള്ളാഹു സംരക്ഷിച്ചല്ലോ. അതിൽ അതുമായി ബന്ധപ്പെടാതെ അതിൽ പെട്ടുപോ അത് എൻ്റെ ആണെന്ന ചിന്ത എനിക്കില്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ അള്ളാഹു കൊണ്ടുപോയി, നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല കാര്യത്തിന്. നമ്മളുടെ ഇപ്പൊ ഒരു കപ്പൽ അവിടെ മുങ്ങി കേട്ടാ നമുക്കിപ്പോ നമ്മളിപ്പോ അടുത്തിടക്ക് കപ്പലൊക്കെ മുങ്ങിയല്ലോ, കടലിൽ എത്രയോ കപ്പൽ മുങ്ങിയില്ലേ, നമുക്ക് വല്ല വിഷമം ഉണ്ടായോ? കാരണം നമ്മുടെ അല്ല, അത് നമുക്ക് വിഷമമില്ല. മുങ്ങിയവർക്ക് വിഷമം ഉണ്ടാവും.
അവരുടെ അല്ലേ സാധനം മുങ്ങിയത്. ഇതേപോലെ തന്നെ പൊതുധർമ്മപ്പൊക്ക് അത് മുങ്ങി തട്ടപ്പോ ഒരു വിഷമമില്ല, കാരണം അവരുടെ അല്ലേ, അത് അള്ളാന്റെ മുതലല്ലേ. ഇതേപോലെ വിഷമില്ല, മനസ്സിന് വിഷമില്ല എന്ന് കണ്ടപ്പോ അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കിട്ടിയപ്പോ എന്തിനാ പറഞ്ഞത് അൽഹംദുലില്ലാ എന്നോ? അതോ കിട്ടിയപ്പോ പറയാൻ കാരണം കപ്പല് മുങ്ങിയിട്ടില്ല, കപ്പലിനൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ല, അത് നിങ്ങളുടെ കപ്പലെല്ലാം മുങ്ങിയത്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി, എന്തെങ്കിലും മാറ്റമുണ്ടോ, സന്തോഷം വന്നിട്ടുണ്ടോ? പക്ഷെ നോക്കിയപ്പോൾ ഒരു സന്തോഷവും വന്നിട്ടില്ല, ഒരു മാറ്റം അപ്പോഴും ഇപ്പോഴും ഇല്ല. അതാണ് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ കാരണം. അള്ളാഹു എൻ്റെ ഹൃദയത്തെ സംരക്ഷിച്ചല്ലോ. ആ പൈസയുമായി, ആ കോടാനുകോടി സ്വത്തുമായിട്ട് എൻ്റെ ഹൃദയത്തിന് യാതൊരു ബന്ധവും ഇല്ല. അത് കിട്ടിയാലും കുഴപ്പമില്ല, പോയാലും കുഴപ്പമില്ല. അതിന്റെ ഉടമസ്ഥാവകാശം അവരിലില്ല, അവരെ കാണുന്നില്ല. അള്ളാഹുവിലാണ് അതിന്റെ സർവസ്വവും അവർ കാണുന്നത്. അവർക്കതിൽ ഉടമസ്ഥാവകാശം ഉള്ളതായി അവർ കാണുന്നില്ല. അപ്പൊ അത് പറഞ്ഞതുകൊണ്ടായില്ല. എൻ്റെ അല്ല, ഇത് അള്ളാന്റെ എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. അതുകൊണ്ട് കാര്യമില്ല, അടി കിട്ടും. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ശരിയായിട്ട് ഈ നിയമം തന്നെ അനുസരിക്കണം. സക്കാത്ത് പൈസ ഉള്ളവർ കൊടുക്കുക തന്നെ വേണം. എന്താ കാരണം? പൈസ ഉള്ളവർ കൊടുക്കണം എന്ന് പറയാൻ കാരണം പൈസ നിങ്ങളുടെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങളുടെ എന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കണേ, അപ്പൊ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, അല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കണമെന്നാണ് പരിശുദ്ധ നിയമം ഉള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം സക്കാത്ത് കൊടുക്കണം എന്നാ. ഈ ജാതിയുള്ള മനുഷ്യന്മാർ എവിടെ ഉണ്ടാവാനാ? അത് എന്തെങ്കിലും കാലത്ത് എവിടെയെങ്കിലും ഒരു മനുഷ്യനൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ മനുഷ്യന്മാർ ഒരെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. അത് നിയമം പറയാൻ പറ്റുമോ? അതുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമം സക്കാത്ത് കൊടുക്കണം എന്നാണ്. സമ്പത്തുള്ളവൻ സക്കാത്ത് കൊടുത്തിരിക്കണം. പൈസ ഉള്ളവൻ പൈസയുടെ സക്കാത്ത് കൊടുക്കണം. ആട് മാട് ഒട്ടകങ്ങളുള്ളവർ അതിന്റെ സക്കാത്ത് കൊടുക്കണം തന്നെയാണ് നിയമം. ഇസ്ലാം കാര്യം 5 അതിന്റെ സക്കാത്ത് നിയമം അങ്ങനെ തന്നെ കൊടുക്കണ വേണം. എന്തുകൊണ്ടാണ് ഈ നിയമം പറയാത്തത്? ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവൂല. ഇങ്ങനത്തെ മനുഷ്യന്മാർ എവിടെ ഉണ്ടാവാനാ? ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് നിയമം പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ മനുഷ്യന്മാർ എല്ലാ കാലത്തിലും ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ, അത് നിയമത്തിന് ഉണ്ടാവില്ല. നിയമത്തിൽ അവർ പരിധിയിൽ വരില്ല അവര്. അപ്പൊ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചപ്പോ ഷൈബാൻ റായി എങ്ങനെയാ മറുപടി പറഞ്ഞത്? ചിന്തിച്ചു നോക്ക് റളിയല്ലാഹു അൻഹു. അപ്പൊ അവരൊക്കെയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്നത് അവരുടെ പദവികൾ വ്യത്യസ്തമാണ്. ഔലിയാക്കന്മാരെല്ലാം ഒരേ പദവിയല്ല, അവർക്ക് പല പദവികളുണ്ട്. അവരുടെ ആ അള്ളാഹുവിലുള്ള വിലയം, അവരുടെ അള്ളാഹുവിൽ വിലയം പ്രാപിക്കുന്നതിനനുസരിച്ച്, അതിന്റെ ഗൗരവം അനുസരിച്ച് അവരുടെ പദവികൾ ഏറിക്കൊണ്ടിരിക്കും, അവരുടെ പദവികൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അതനുസരിച്ച് അവരുടെ നീക്കങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കാണാനും അവരെ മനസ്സിലാക്കാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.